തമിഴ് രാഷ്ട്രീയത്തിലെ സൂപ്പർ ഹീറോ ആയി മാറിക്കൊണ്ടിരിക്കുന്ന അണ്ണാമലൈ ചെരുപ്പ് ഊരിയിരിക്കുകയാണ്. ഇനി DMK സർക്കാരിനെ നിഷ്പ്രഭമാക്കാതെ താൻ ചെരുപ്പിടില്ല എന്നാണ് അണ്ണാമലൈ പ്രഖ്യാപിക്കുന്നത്. അതായത് അണ്ണാമലൈ മാസ് കാണിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഒരു രക്ഷയുമില്ല, അതൊരു കൊല മാസായിരിക്കും എന്നാണ് ജനങ്ങളുടെയും വിലയിരുത്തൽ. എന്താണ് ഈ ചെരുപ്പൂരലിന് പിന്നിലുള്ള ഈ ഒരു പ്രധാന ഉദ്ദേശം? അണ്ണാമലൈ ഒരു താരമാണ്. നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അണ്ണാമലൈ ഒരു ബിംബമാണ്, താരമാണ്, മുന്നിൽ നിന്ന് നയിക്കുന്ന നേതാവാണ്. പ്രത്യേകിച്ച് തമിഴ് രാഷ്ട്രീയം പോലെ ദ്രാവിഡ രാഷ്ട്രീയം ഇങ്ങനെ വേര് പിടിച്ചു നിൽക്കുന്ന ഒരു സ്ഥലമാണല്ലോ. അവിടെ വളരെ പ്രയാസകരമാണ് BJP പോലൊരു പാർട്ടിയെ വേര് പിടിപ്പിക്കുക, അല്ലെങ്കിൽ അവിടെ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത്. കേരളം ഏറ്റവും അതിനേക്കാൾ നന്നായിട്ട് എളുപ്പത്തിൽ കേരളത്തിൽ BJPക്ക് ഭരണത്തിൽ വരാൻ പറ്റും. പക്ഷേ തമിഴ്നാട്ടിൽ അങ്ങനെ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവിടുത്തെ രാഷ്ട്രീയത്തിൻ്റെ ഒരു രീതി അങ്ങനെയാണ്. പക്ഷേ അനുകൂലമായ പല സാഹചര്യങ്ങളും അവിടുത്തെ മുന്നണികൾക്കിടയിലുള്ള ഭിന്നിപ്പുകൾ, പുതിയ പാർട്ടികളുടെ ഉദയം ഒക്കെ BJPക്ക് ഒരു സാധ്യത തുറന്നിടുന്നുണ്ട് തമിഴ് രാഷ്ട്രീയത്തിൽ. തമിഴരുടെ മനസ്സിൽ BJP ഒരു മഹാമോശം പാർട്ടി എന്നുള്ള ഇമേജ് ഒക്കെ മാറി കുറേ അധികം യൂത്തും ആളുകളും ഒക്കെ അണ്ണാമലയുടെ നേതൃത്വത്തിലുള്ള BJPയുടെ സംസ്ഥാന നേതൃത്വം വന്നതിന് ശേഷം BJPയിലേക്ക് വരികയും കന്യാകുമാരി സീറ്റ് പോലുള്ള സീറ്റുകളൊക്കെ നേടുകയും അങ്ങനെയൊക്കെയുള്ള പുതുച്ചേരിയിലുള്ള തെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം നേടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. പുതുച്ചേരി വേറെയാണെങ്കിൽ കൂടിയും അതിൻ്റെ ഒരു എഫക്റ്റ് പുതുച്ചേരിയിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ അതിഗുരുതരമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള ഒരു ബലാത്സംഗം നടന്നിരിക്കുന്നു. ഇവിടുത്തെ മാധ്യമങ്ങളെല്ലാം വളരെ മൗനത്തിലാണ്. സ്റ്റാലിൻ്റെ ഭരണമാണല്ലോ നടക്കുന്നത്. അതെ, അപ്പോൾ സ്വാഭാവികമായിട്ടും മൗനം പിന്തുടരാതെ മറ്റെന്ത് ചെയ്യും? ഈ ആസിഫ മോൾക്ക് വേണ്ടി തിരികത്തിച്ച ആളുകളുണ്ടായിരുന്നു അവിടെ. ഞാനടക്കം തിരികത്തിച്ചിട്ടുണ്ട്. തെറ്റാണ്. ഒരു സ്ഥലത്ത് ക്രൂരമായി കൊല ചെയ്യപ്പെട്ട കുട്ടി, ഹാത്രസിൽ നടന്ന പീഡനങ്ങൾക്കെതിരെ ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ടായി. ഡൽഹിയിൽ നമ്മുടെ ഈ പറയുന്ന നിർഭയയുടെ പ്രശ്നത്തിൽ എത്രയധികം ഭീകരമായിട്ടുള്ള പ്രതിഷേധങ്ങളുണ്ടായി ഇവിടെ. സ്റ്റാലിൻ ഭരിക്കുന്നത് കൊണ്ട് മാത്രം, ഇന്ത്യ മുന്നണി ഭരിക്കുന്നത് കൊണ്ട് മാത്രം അവിടെയുള്ള ഒരു ക്യാമ്പസിനകത്ത് ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ, അവിടുത്തെ വിദ്യാർത്ഥിയെ, അവരുടെ സുഹൃത്തിനൊപ്പം പോയിരുന്ന ഒരു കുട്ടിയെ, ആ സുഹൃത്തിനെ ഇഞ്ചായി അടിച്ച് ചതച്ചതിന് ശേഷം ആ കുട്ടിയെ ക്രൂരമായി റാപ്പ് ചെയ്യുന്നത് ആരാ? ഒരു DMK പ്രവർത്തകനാണ് എന്നുള്ള വാർത്ത പുറത്തു വന്നതിന് ശേഷം ഇവിടുത്തെ മതേതര കക്ഷികൾക്ക്, ഇന്ത്യ മുന്നണിക്ക്, രാഹുൽ ഗാന്ധിക്ക്, പ്രിയങ്ക ഗാന്ധിക്ക്, പിണറായി വിജയന്, DYFI നേതൃത്വത്തിന്, യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന്, ഇവിടെയുള്ള മതേതരത്വ അംഗങ്ങൾക്ക്, മുസ്ലിം ലീഗിനൊന്നും മിണ്ടാട്ടമേ ഇല്ല. ഇവിടുത്തെ മാധ്യമ മുതലാളിമാർക്ക്, ഇവിടെ രാത്രി ചർച്ച നയിക്കുന്ന മുതലാളികൾക്ക്, പിന്നെ മതനിരപേക്ഷതയുടെ അങ്ങേയറ്റം പറയുന്ന സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരുപറ്റം ആളുകളുണ്ടല്ലോ, ഇവർക്കൊന്നും അന്തിച്ചർച്ച നടത്തേണ്ട കാര്യമില്ല, മെഴുകുതിരി തെളിയിക്കേണ്ട കാര്യമില്ല, ഫോട്ടോ വെച്ച് വിലാപയാത്ര നടത്തേണ്ട പ്രശ്നമില്ല. ഇതൊന്നും ഇവിടെ ബാധിക്കുന്നില്ല. കാരണം ഭരണം ഞങ്ങളാണ്, അതുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ മാനത്തിന് ഒരു വിലയുമില്ല, ഒരു പെൺകുട്ടിയുടെ മരണത്തിന് ഒരു പ്രശ്നവുമില്ല എന്നുള്ള രീതിയിലേക്കാണ് ഇവിടുത്തെ കപട മതേതരത്വവാദികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ പ്രതികരിക്കുക തന്നെ വേണം എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്തത്, അണ്ണാമലൈ എന്ന് പറയുന്ന നേതാവിനെ കഴിഞ്ഞ ദിവസം കോയമ്പത്തൂരിൽ വെച്ച് അറസ്റ്റ് ചെയ്തിരുന്നു. ഒരു ഇസ്ലാമിക തീവ്രവാദിയെ മരണത്തിൻ്റെ പേരിൽ പോലും വിശുദ്ധനാക്കാൻ ശ്രമിച്ചതിനെതിരെ ശക്തമായി പ്രതികരിച്ചപ്പോൾ അതിന് തടയാൻ നിന്ന, അല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കാൻ നിന്ന പ്രവർത്തകരെ പോലീസ് പിടിച്ചു കൊണ്ടുപോയി ക്രൂരമായി ഉപദ്രവിക്കുമെന്നുള്ള സാഹചര്യം എത്തിയപ്പോൾ അതിൻ്റെ മുന്നിലേക്ക് കയറി നിന്നുകൊണ്ട് എൻ്റെ ശരീരത്തിൽ തൊട്ടതിന് ശേഷം മാത്രമേ എൻ്റെ പ്രവർത്തകരെ തൊടാൻ നിങ്ങൾക്ക് കഴിയൂ എന്ന് പറഞ്ഞ അണ്ണാമലൈ. ചില നേതാക്കന്മാരുണ്ട്, പ്രവർത്തകരെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് പുറകെ കൂടി ഓടുന്ന ചില നേതാക്കന്മാർ വേറെ ഉണ്ടേ. അത് വേറെ ചില സംസ്ഥാനങ്ങളിലാണെന്ന് മാത്രം. അതല്ല ഒരു യഥാർത്ഥ നേതാവ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി മുന്നിട്ടിറങ്ങിയ അണ്ണാമലൈ ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? ഈ അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ രാത്രി പുറത്തുപോയി തിരിച്ചു വന്ന ഈ ക്രൂരമായ ലൈംഗിക പീഡനത്തിനിരയാകപ്പെട്ട ഒരു പെൺകുട്ടിയെ, ക്രൂരമായ പീഡനമാണല്ലോ നടത്തിയത് അല്ലേ? ഞാൻ നേരത്തെ കൊല്ലപ്പെട്ടു എന്നൊരു വാക്ക് പറഞ്ഞു എന്ന് തോന്നുന്നു, ക്ഷമിക്കാം, അതറിയാതെ പറഞ്ഞതാണ്. അതിഭീകരമായ പീഡനത്തിന് ഇരയായി. ചിലപ്പോൾ നമുക്കൊക്കെ അങ്ങനെ തെറ്റിപ്പോകാറുണ്ടല്ലോ. അപ്പോൾ ആ തരത്തിൽ പിന്നെ പീഡനത്തിനിരയായ ഒരു കുട്ടിയുടെ നീതിക്ക് വേണ്ടി അവിടുത്തെ ഒരു കക്ഷിയും മുന്നോട്ട് വരുന്നില്ല, അവിടെ BJP മാത്രമാണ് മുന്നോട്ട് വരുന്നത്. ഇപ്പോൾ അണ്ണാമലൈ പറഞ്ഞിരിക്കുന്നു, ഈ നാറിയ സർക്കാരിനെ ഞങ്ങൾ, അവരുടെ തോന്നിവാസത്തെ, ഇവിടുത്തെ ഗുണ്ടാരാജിനെ ഞങ്ങൾ തുറന്നു കാണിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് തമിഴ്നാട്ടിൽ DMKയുടെ ഭരണത്തിൽ ഗുണ്ടാരാജാണ് മൊത്തം നടക്കുന്നത്. ഗ്രാമാന്തരങ്ങളിലെല്ലാം ചെറുകിട ഗുണ്ടകൾ കയറി ഇറങ്ങി അവരുടെ തോന്നിവാസങ്ങൾ നടപ്പിലാക്കുന്നു, അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. അതിനിടയിൽ പുട്ടിന് പേര്
ഈര ഇടുന്നത് പോലെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ ഏതെങ്കിലും ആരെങ്കിലും കയറാനുണ്ടെങ്കിൽ അവിടെ പോയി സ്റ്റാലിനൊരു മാസ് കാണിക്കും. അത് കണ്ട ആളുകളെല്ലാം മതേതരത്വം എന്ന് പറഞ്ഞ് കൈയടിക്കും. ഇതല്ല, യഥാർത്ഥത്തിൽ ഗുണ്ടാരാജ് നടപ്പിലാക്കുകയാണ് അവിടുത്തെ DMK എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായി അതിനെതിരെ പ്രതികരിക്കാൻ വേണ്ടി അണ്ണാമലൈ ഇറങ്ങിയിരിക്കുന്നു. അവിടെ അണ്ണാമലൈ പറഞ്ഞത്, എൻ്റെ ചെരുപ്പ് ഞാനിതാ അഴിച്ചു വെക്കുന്നു, ഇനി ഈ ചെരുപ്പ് ഞാൻ ഇടണമെങ്കിൽ ഇവിടുത്തെ ഈ വൃത്തികെട്ട ഈ പറയുന്ന സ്റ്റാലിൻ ഗവൺമെൻറ്റിനെ, ഈ സ്റ്റാലിൻ DMKയുടെ ഗവൺമെൻറ്റിനെ വലിച്ച് താഴെ ഇട്ടതിന് ശേഷം മാത്രമേ ഞാൻ ഈ ചെരുപ്പ് ധരിക്കുകയുള്ളൂ. ഇത് ആ പെൺകുട്ടിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്, ആ പെൺകുട്ടിക്ക് നീതി കിട്ടാനുള്ള പോരാട്ടമാണ് എന്നാണ് അണ്ണാമലൈ പറഞ്ഞത്. ഈ പെൺകുട്ടിയുടെ പീഡനവുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പം പുറത്തു വരുന്ന പുതിയ റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ്? ഈ പെൺകുട്ടിയെ ബന്ധപ്പെട്ട് പുറത്തു വരുന്ന ഇത് ഏറ്റവും പുതിയതായിട്ട് പുറത്തു വന്ന വാർത്തയാണല്ലോ, ഇതൊരു DMK പ്രവർത്തകനാണ് എന്നുള്ളത്. DMKയുടെ പ്രവർത്തകനാണ് എന്നുള്ളത് ഇതുവരെ പുറത്തു വന്നിട്ടില്ലായിരുന്നു. എന്തുകൊണ്ടാണ് പിന്നെ ഈ സ്ത്രീപക്ഷം അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടി ഭരിക്കുന്ന ഗവൺമെൻറ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ഗവൺമെൻറ് ഭരിക്കുന്ന നാട്ടിൽ ഇത്രയധികം ഒരു സ്വന്തം ക്യാമ്പസിനകത്ത് വെച്ച് ഒരു പെൺകുട്ടി ഭീകരമായി പീഡിപ്പിക്കപ്പെട്ട് അത്രയധികം ക്രൂരത സഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ എന്തുകൊണ്ട് മിണ്ടുന്നില്ല, അതിനെതിരെ കാര്യമായ പ്രതിഷേധങ്ങൾ എന്തുകൊണ്ട് വരുന്നില്ല, സ്റ്റാലിൻ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്നൊക്കെ ചോദ്യമുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സമയത്താണ് ഈ അന്വേഷണ റിപ്പോർട്ടിൻ്റെ ഭാഗമായി കാര്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഇതൊരു DMK പ്രവർത്തകനാണ് എന്നുള്ള കാര്യം പുറത്തു വന്നത്. എനിക്ക് തോന്നുന്നു അത് പക്ഷേ പോലീസ് FIRൽ പോലും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ഇതൊക്കെ പുറത്തു വന്നത് മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലൂടെ ഒരു പ്രദേശത്ത് ഒരു കാര്യം നടക്കുമ്പോൾ നമ്മൾ അറിയുമല്ലോ, ഇന്നയാൾ ഇന്ന പ്രവർത്തകനാണ് എന്നൊക്കെ അറിയുമല്ലോ. അങ്ങനെയാണ്, കാരണം ഇവർക്ക് ഇവിടെ നിന്ന് ധൈര്യം കിട്ടുന്നു. DMKയുടെ പ്രവർത്തകന് ഇത്തരത്തിലൊരു കാര്യം ചെയ്യാൻ വേണ്ടി ധൈര്യം കിട്ടണമെങ്കിൽ അത് ഞങ്ങളുടെ ഭരണമാണ് എന്ന് വിചാരിച്ചിട്ടല്ലേ അല്ലേ? ഇവിടെ ഞാൻ ചോദിക്കട്ടെ ഗൗതമേ, അവിടെ ഒരു ഇൻകേസ് അവിടെ ഒരു BJPയുടെ പ്രവർത്തകനോ അല്ലെങ്കിൽ BJPയുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു തരത്തിൽ ബന്ധമുള്ളവനോ ഏതെങ്കിലും ഒരു ഹിന്ദു സംഘടനയുമായി ബന്ധമുള്ള ഒരു വ്യക്തിയായിരുന്നെങ്കിൽ എന്തായിരിക്കും ഇന്നത്തെ സ്ഥിതി? മാധ്യമങ്ങൾ അത് കൊട്ടിഘോഷിക്കും. ദക്ഷിണേന്ത്യ കത്തില്ലേ? ദക്ഷിണേന്ത്യ കത്തും. ഈ പറയുന്ന കർണാടക മുഖ്യമന്ത്രി പിന്നെ DK ശിവകുമാർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, MV ഗോവിന്ദൻ മാസ്റ്റർ, VD സതീശൻ തുടങ്ങിയ ആളുകളെല്ലാം പോയി കരച്ചിൽ നാടകം നടത്തും. സ്റ്റാലിൻ പൊട്ടിപ്പുറപ്പെട്ട് വരും. ഇവിടെയുള്ള മാധ്യമങ്ങൾ ചർച്ച നടത്തും. തട്ടിപ്പ് സംഘടനകളൊക്കെ രംഗത്ത് വരും. എല്ലാവരും ഇറങ്ങും. ഇവിടെ എന്താ ഈ പെൺകുട്ടിക്ക് നീതി വേണ്ടേ? ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന അടുപ്പൂട്ടി ചർച്ച ചെയ്തോ? എല്ലാ കാര്യങ്ങളിലും ചർച്ച ചെയ്യുന്ന ആളുകളാണല്ലോ. ഈ പെൺകുട്ടിക്ക് നീതി വേണ്ടേ? അങ്ങനെ ചർച്ച ചെയ്യില്ല. അതാണ് ഇതിൻ്റെ പ്രശ്നം. ഇവിടെ ഒരു ഭാഗം മാത്രമേ മാത്രം കാര്യങ്ങളെ കാണുകയും അത് BJPക്കെതിരെ വരുന്നു എന്നൊരു തോന്നൽ ഉണ്ടാകുകയാണെങ്കിൽ പെട്ടെന്ന് ഈ തട്ടിപ്പ് സംഘടനകളെല്ലാം രംഗത്ത് വന്ന് കരച്ചൽ നാടകം അവതരിപ്പിക്കുകയും വലിയ ജനാധിപത്യ ലംഘനവും പിന്നെ ഫാസിസ്റ്റ് വൽക്കരണം, ഹിന്ദുത്വ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിലവിളിച്ച് കരഞ്ഞ് ഒച്ചപ്പാടുണ്ടാക്കുന്ന ഒരു പ്രവണതയാണ് ഉണ്ടാകുന്നത്. അത് നേരെ മറിച്ച് മറ്റ് ഈ ഇന്ത്യ സഖ്യത്തിലെ കക്ഷികൾക്കെതിരെ എന്തെങ്കിലും ആരോപണം വന്നു കഴിഞ്ഞാൽ സൈലൻ്റാണ്, മൗനം പിന്തുടരും. അതല്ലേ സംഭവിക്കുന്നത്. ഇവിടെ ആർക്കും ഒന്നും പറയാനില്ലല്ലോ. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. വാളയാറ് കഴിഞ്ഞ ഇവരെല്ലാം ഒന്നാണ്, കേരളത്തിലേക്ക് വന്നവരെല്ലാം ഭയങ്കര ശത്രുക്കളാണ്. ദേശീയ നയത്തിൻ്റെ രൂപത്തിൽ ഇവരെല്ലാം ഭയങ്കര ഈ അന്തർധാര ഈ പറയുന്ന ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കാൻ പറ്റുമെന്ന് കാണിച്ചു തരുന്നതാണ് കേരളം. കാരണം ഒരു അപ്പുറത്ത് പോയാൽ കെട്ടിപ്പിടിക്കുന്നു, ഇപ്പുറത്ത് പോയാൽ ഭയങ്കരമായ യുദ്ധമാണ്. ഇത് എങ്ങനെയാ സാധിക്കുന്നത്? കപട നാടകം അല്ലെങ്കിൽ ഈ കപടത ജനങ്ങൾ മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് അതിനൊരു ഓൾട്ടർനേറ്റീവ് എന്ന നിലയിലാണ് BJPക്ക് അവർ പിന്തുണ നൽകുന്നത്. ഒരു സത്യത്തിന്റെ മുഖമാണ് BJP എന്നൊരു മെസ്സേജ്, എന്നൊരു സന്ദേശം ജനങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കൃത്യമായിട്ട് BJP പിന്തുണ ജനങ്ങൾക്കിടയിൽ കിട്ടുന്നത്. അതിപ്പോൾ തമിഴ്നാട്ടിലും അണ്ണാമലയെ വരവേൽക്കുകയാണ് തമിഴ് മക്കൾ. അതെ അല്ലേ? അതെ, തീർച്ചയായും. അതായത് നമുക്ക് അവസാനിപ്പിക്കുന്ന സമയമായി. എങ്കിൽ പോലും അണ്ണാമലൈ ആദ്യഘട്ടത്തിൽ വന്ന അണ്ണാമലയുടെ ഫയർ ബ്രാൻഡ് അങ്ങ് ഏറ്റില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ അവിടെ സഖ്യത്തിനുള്ള വിള്ളലുകൾ ഉണ്ടാക്കി. AIDMK ബന്ധപ്പെട്ട് സഖ്യം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം 100% അദ്ദേഹം വിജയിക്കുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷവും ഈ കോയമ്പത്തൂരിൽ മറ്റുള്ള ആളുകളുടെ ജയിച്ച ആളുടെ ഭൂരിപക്ഷം എടുത്ത് നോക്കൂ, DMK പിടിച്ച വോട്ട് നോക്കിയാൽ സിമ്പിളായി അദ്ദേഹം ജയിക്കുമായിരുന്നു. പല മണ്ഡലങ്ങളിലും നിസ്സാര വോട്ടിനാണ് DMKയും മറ്റ് ഇന്ത്യ സഖ്യം ജയിച്ചത്. അതെ, ഇന്ത്യ സഖ്യം ജയിച്ചത്. അപ്പോൾ അതിൻ്റെ പുറത്ത് ഇവർ സഖ്യമായി നിന്നിരുന്നെങ്കിൽ ഒരുപാട് നേട്ടമുണ്ടാക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ അണ്ണാമലയുടെ ചെറിയൊരു ഒരു പാകപ്പിഴ എന്ന് തന്നെ പറയേണ്ടി വരും. അതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കി. പക്ഷേ അതിനുശേഷം അദ്ദേഹം വിദേശത്ത് പോയി പഠനത്തിനായി പോയി. IAS ഒക്കെ ഉപേക്ഷിച്ച് വന്ന ആളാണല്ലോ. അദ്ദേഹം പഠനത്തിനായി പോയി. അവിടെ നിന്ന് ക്ലിയറായി കുറച്ചുകൂടെ ഈ പറയുന്ന മാറി നിന്നുകൊണ്ട് തമിഴ് പൊളിറ്റിക്സ് പഠിച്ചു. തിരിച്ചു വന്ന അണ്ണാമലൈ പഴയ അണ്ണാമലൈ അല്ല, ഒരു ഫയർ ബ്രാൻഡായിട്ട് തന്നെയാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഈ സഖ്യങ്ങളുമായി ബന്ധപ്പെട്ട്
ഇനി ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഈ എന്താണ് സെൽവരാജ് ഉൾപ്പെടെ പിന്നെ നോക്കൂ, അണ്ണാമലയുടെ ഭാവി പ്രധാനമന്ത്രി സ്ഥാനത്ത് വരെ ജനങ്ങൾ അണ്ണാമലയെ പ്ലേസ് ചെയ്യാണ് അവരുടെ ഹൃദയത്തിൽ. അണ്ണാമലയ്ക്ക് ആ ഒരു ഭാവി വരെ ഉണ്ട് എന്ന് എന്താണ് ആളുകൾ കരുതുകയാണ്. തീർച്ചയായും കൃത്യമായിട്ടുള്ള ചേരുംപടികളൊക്കെ ചേർത്തുകൊണ്ട് രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ തമിഴ് മക്കളുടെ ഹൃദയത്തിൽ അണ്ണാമലൈ ഒരു ചിരപ്രതിഷ്ഠ നേടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അതെ, ആ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പുതിയ സഖ്യങ്ങളൊക്കെ വന്ന് അണ്ണാമലൈ ഈ പറയുന്ന ഗവൺമെന്റിനെ പുറത്തിറക്കിയ ശേഷം മാത്രമേ ചെരുപ്പിടൂ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പ്രതിജ്ഞയും നിറവേറും. അദ്ദേഹം 48 മണിക്കൂർ വ്രതത്തിലാണ് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർമ്മിക്കേണ്ടതുണ്ട്. എന്തായാലും കാര്യങ്ങളൊക്കെ നടക്കട്ടെ.